ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ നടൻ ശ്രീനാഥ് ഭാസിക്ക് കുരുക്കാവുന്ന കൂടുതൽ തെളിവുകൾ പുറത്ത്. പ്രതി തസ്ലീമ സുൽത്താനയും ശ്രീനാഥ് ഭാസിയും തമ്മിലുള്ള ചാറ്റ് വിവരങ്ങൾ എക്സൈസിന് ലഭിച്ചുവെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ. ഇടപാടുകൾക്കായി തസ്ലീമയെ ബന്ധപ്പെടാൻ ശ്രീനാഥ് ഭാസി മറ്റൊരു സിം കാർഡായിരുന്നു ഉപയോഗിച്ചിരുന്നത്. ഈ സിം താരത്തിന്റെ സുഹൃത്തിന്റെ പേരിലായിരുന്നുവെന്ന വിവരവും എക്സൈസിന് ലഭിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ. തിരുവനന്തപുരം സ്വദേശിയായ സുഹൃത്തിനെയും കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും എക്സൈസ് ഉടൻ ആരംഭിക്കും. ഇവർ മാസങ്ങൾക്ക് മുൻപ് വിദേശയാത്ര നടത്തിയിരുന്നതായും വിവരം ലഭിച്ചിട്ടുണ്ട്. ഹൈബ്രിഡ് കഞ്ചാവ് ഇന്ത്യയിലെത്തിക്കുന്നതിൽ ഇവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള പങ്കുണ്ടോ എന്ന കാര്യവും പരിശോധിക്കും. കേസുമായി ബന്ധപ്പെട്ട് ശ്രീനാഥ് ഭാസിയെ ചോദ്യം ചെയ്യാനും തീരുമാനമുണ്ട്. മലയാളത്തിലെ 3 നടന്മാരുമായി ഇടപാടുണ്ടെന്ന് തസ്ലീമ മൊഴി നൽകിയെങ്കിലും നിലവിൽ ശ്രീനാഥ് ഭാസിയുമായുള്ള ചാറ്റ് വിവരങ്ങൾ മാത്രമാണ് ലഭിച്ചിരിക്കുന്നത്. സിനിമാ മേഖലയിലെ കൂടുതൽ പേരുമായി തസ്ലീമയ്ക്ക് ലഹരി വ്യാപാരമുണ്ടോ എന്ന കാര്യവും അന്വേഷണ പരിധിയിലുണ്ട്. അതേസമയം കേസുമായി ബന്ധപ്പെട്ട് ശ്രീനാഥ് ഭാസി ഹൈക്കോടതിയിൽ നൽകിയ മുൻകൂർ ജാമ്യ ഹർജി കഴിഞ്ഞ ദിവസം പിൻവലിച്ചിരുന്നു. കേസിൽ എക്സൈസ് വകുപ്പ് നടനെ പ്രതി ചേർക്കാത്തതിനാലാണ് ഇത്തരമൊരു നീക്കമുണ്ടായത്. നടന്റെ ഹർജി പരിഗണിച്ച ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ 2 ആഴ്ചയ്ക്കുള്ളിൽ മറുപടി നൽകണമെന്ന് എക്സൈസിനോട് നിർദ്ദേശിക്കുകയും ഈ മാസം 22-ന് വീണ്ടും പരിഗണിക്കുമെന്ന് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഇതിനിടയിലാണ് ശ്രീനാഥ് ഭാസിയുടെ ഹർജി പിൻവലിച്ചത്. അന്വേഷണത്തിൽ താൻ പ്രതി ചേർക്കപ്പെടുമോ എന്നും തന്നെ അറസ്റ്റ് ചെയ്യുമോ എന്നും ഭയമുള്ളതായി മുൻപ് ശ്രീനാഥ് ഭാസി മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. കേസിൽ നേരിട്ടുള്ള ബന്ധം തെളിയിക്കുന്ന തെളിവുകൾ ലഭിച്ച സാഹചര്യത്തിൽ സിനിമയിലെ മറ്റുള്ളവരുടെ ബന്ധം പരിശോധിക്കാനായി തുടരന്വേഷണം വ്യാപകമാക്കാൻ ഒരുങ്ങുകയാണ് പോലീസ്. തസ്ലീമയുമായി ലഹരി ഇടപാടുകളിൽ അടുത്ത ബന്ധമെന്ന് പറയപ്പെടുന്ന പേര് വെളിപ്പെടുത്താനാവാത്ത നടൻ ആരെന്ന് കണ്ടെത്താനുള്ള അന്വേഷണവും തുടരുകയാണ്.